ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ എങ്ങോട്ടാന്നല്ലേ? ഇന്നും നമ്മൾ ബീച്ചിക്കാനായിട്ടാണ് പോണത്. മഴ അങ്ങനെ തോരാതെ പെയ്തുകൊണ്ട് നിന്നപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടിയപ്പോൾ നമ്മൾ നൈസായിട്ട് ബീച്ചിൽ കൊണ്ട് പോയൊക്കെ തിരിച്ചു. അവിടെ വെള്ളമൊക്കെ കയറി കരയൊക്കെ കടലെടുക്കുന്നൊക്കെ കേട്ടപ്പോൾ കാണാനൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ബൈക്കിൽ കൊത്തിപ്പിടിച്ച് പോവുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് എത്തിയാൽ മതി എന്നാണ്. അങ്ങനെ ദൈവം സഹായിച്ച് നമ്മൾ ബീച്ചിലെത്തിയിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തിയപ്പോൾ മതിൽമ കയറാൻ വേണ്ടി ചേച്ചിനെ കുറേ സ്ത്രീയായിട്ട് നിർബന്ധിച്ചപ്പോൾ അവൾക്ക് പേടിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് ചാടിക്കയറി. അത് കഴിഞ്ഞ് പിന്നാലെ ശ്രീയേട്ടനും കയറിട്ടോ. അവിടെ കയറിയപ്പോഴാണ് കടലിൻ്റെ അവസ്ഥ ശരിക്കും എന്താണെന്ന് മനസ്സിലായത്. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമൊന്നും ഇപ്പം ഇല്ല കേട്ടോ. മണ്ണ് വാരി കളിച്ചിരുന്ന സ്ഥലവും പിന്നെ അതേപോലെ ചായ കുടിച്ചിരുന്ന സ്ഥലവും എല്ലാം പോയി. പിന്നെ ഞാൻ ഈ കിടന്ന് കാണിക്കണത് എന്താണെന്നല്ലേ, ഫോട്ടോ എടുക്കാൻ വേണ്ടി മുടി വെച്ചിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഏതൊക്കെ വഴിക്ക് മുടി പോയി കണ്ടിരിക്കുക, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ലെന്ന് പറയാം. പിന്നെ അവിടെ നിന്നിട്ട് ഇപ്പോൾ എന്തായാലും മണ്ണിലൊന്നും കളിക്കാൻ പറ്റില്ല എന്ന് അറിയണോണ്ട് ചേച്ചീൻ്റെ ഫോട്ടോസും എൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ മാറി കുറച്ച് നേരം എടുത്ത് അവിടെ നിന്നിട്ടോ. നല്ല വ്യൂ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ ചായക്കടയ്ക്ക് പോയിട്ടോ. ഇതുവരെ ദൈവഭാഗ്യം കൊണ്ട് എന്തോ ചായക്കടയ്ക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കയറാതിരിക്കട്ടെ. ചായക്കുടിയൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചം കണ്ടപ്പോൾ ഞാൻ നടന്നു നോക്കിയൊരു വീഡിയോ എടുക്കുക. എവിടെ നീലാവത്ത് വെച്ചിട്ട് കോഴിക്കള അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ആയി. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇന്ന് അമ്മൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയ കേക്ക് മുറി പരിപാടിയും അച്ഛൻ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചെടുത്തു. അങ്ങനെ എല്ലാവരും ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിൽ കേക്ക് കണ്ട് സന്തോഷത്തിലുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.